കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്ക് നിപ്പ എന്ന സംശയം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചു. ഈ മാസം 1-നാണ് 18 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, സ്വാഭാവികമായും നമ്മൾ സ്വീകരിക്കുന്ന ചില ജാഗ്രതാ നടപടികളുണ്ട്. അതെങ്ങനെ വിലയിരുത്തുന്നു? അത് ഏത് തരത്തിൽ നടപ്പാക്കുന്നു മിഥില? ശ്രീജിത്തെ, നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം, അതായത് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ഡോക്ടറും ഒപ്പം തന്നെ 2 ജീവനക്കാരും ഇപ്പോൾ നിലവിൽ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഈ മാസം 1-നാണ് ഈ വിദ്യാർത്ഥിനി മരിച്ചത്. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പെൺകുട്ടിക്ക് നേരത്തെ പനി ഉണ്ടായിരുന്നു. ആ ഒരു പനിയുടെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരുന്നു ഇത്തരത്തിൽ നിപ പരിശോധനയ്ക്കായി ഫലം അയച്ചിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് വൈറോളജി ലാബിൽ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ ഈ ഫലം പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇതിനെ തുടർന്നായിരുന്നു നേരത്തെ സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു പരിശോധനയിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ പോസിറ്റീവ് ആയിട്ടുള്ളത്. കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്കായി ഈ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 28-ന് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും 1-ാം തീയതി മരണം സംഭവിക്കുകയുമായിരുന്നു. മിഥില, ഈ പ്രതിരോധ നടപടികൾ എങ്ങനെയാണ്? ഈ കുടുംബാംഗങ്ങളെ ഐസൊലേറ്റ് ചെയ്യുക, ആ രീതിയിലുള്ള നടപടികൾക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ടോ? തീർച്ചയായും സ്മിത, അതൊരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ കുടുംബാംഗങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യം ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം നടത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറും ഒപ്പം തന്നെ 2 ജീവനക്കാരും നിലവിൽ ഇപ്പോൾ ക്വാറന്റൈനിലാണ്. വീട്ടിലാണ് ഇവർ നിരീക്ഷണത്തിൽ കഴിയുന്നത്. സ്മിത. ശരി, മിഥില ബാലനാണ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. മലപ്പുറം മങ്കട സ്വദേശിക്കാണ് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് പക്ഷേ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിൻ്റെ ഫലം വരേണ്ടതുണ്ട്. അതിനുശേഷമാണ് അത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാവുക. സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെയിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇങ്ങനെ നിപ്പ സ്ഥിരീകരിച്ചതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട ജാഗ്രതാ നടപടികൾ ആ മേഖലയിൽ ഉണ്ടാവുന്നു.